താങ്ക്സ്. സമൃദ്ധ, താണിത് എവിടെ പോയതായിരുന്നു? ഞാൻ കുറച്ചു നേരം അമ്പലനടയിൽ ഇരിക്കാന്ന് കരുതി പോയതാ. എന്താടോ, എന്തു പറ്റി? ഏയ്, ഒന്നും പറ്റിയിട്ടില്ല. ഉറക്കം വന്നില്ല, അതുകൊണ്ട്. ആ, എന്നാ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? തന്നെ കാണുന്നത് ഞാനാകെ ടെൻഷനായി. അത് പിന്നെ ഞാൻ എണീറ്റപ്പോ ഗൂഗിള് നല്ല ഉറക്കമായിരുന്നു. അതാ പിന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ടെന്ന് കരുതിയേ. എന്നെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ വന്നേനെ. നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്പലനടയിലോ ആൽത്തറയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാമായിരുന്നു. ശരി ശരി, താമൊന്ന് റെഡിയാവും. പൂജയ്ക്ക് പോകണല്ലേ? ഇപ്പൊ തന്നെ നേരം വൈകി. വാ. സമൃദ്ധ, എടോ വാടോ. എന്തൊരു കഷ്ടാ, നവീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നവീൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. കാടിനുള്ളിൽ ആയതുകൊണ്ട് നെറ്റ്വർക്ക് കിട്ടാത്തോണ്ടാവും. മോള് വെറുതെ ടെൻഷൻ ആവണ്ട. പൂജ ആവുമ്പത്തേക്കും നവീൻ എത്തും, ഉറപ്പാ. സിനിച്ചേച്ചി, ഇന്നലെ രാത്രി തന്നെ അവളോട് ഒന്ന് പോയില്ലേ? ഇന്നലെ രാത്രി തന്നെ പോയെന്ന് അറിഞ്ഞ്. പിന്നെ മോളിക്കുട്ടിയുടെ ഓട്ടോയും കാണുന്നില്ല. പോയി അവക്ക് നല്ലത്. നമ്മളെല്ലാരും കൂടെ പറഞ്ഞിട്ട് അവള് പോയല്ലോ. പിന്നെ എന്തിനാണ് അവളെ കുറ്റം പറയുന്നത്? പൂജയുടെ പകുതിക്ക് വെച്ച് പോയാ പാമ്പ് കടിക്കും വിഴുങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായോ എന്തോ, ചത്തു തൊലഞ്ഞോ ആവോ. അങ്ങനെ നടന്നിരുന്നെങ്കിലേ ബാക്കിയുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. ഇങ്ങനെയുള്ള സംസാരം നിന്നോട് ആവർത്തിക്കരുന്നത് പലവട്ടം പറഞ്ഞിട്ടുള്ള. നല്ലൊരു കാര്യത്തിന് പോവാനല്ലേ നീ ഇങ്ങനെ വ്രതശുദ്ധി വരുത്തി നിൽക്കുന്നത്? ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും സംസാരത്തിലും ഒക്കെ ആ ശുദ്ധി വേണം. അവളുടെ കാര്യത്തിലെ എനിക്ക് ഒരു ശുദ്ധിയും വേണ്ട. എന്റെ നവീന്റെ ജീവിതത്തിലേക്ക് അവൾ ഇനി വരാതിരുന്നാ മതി. ഇനി അവൾ നവീനെ കാണാതെ നോക്കണം, അതാ എന്റെ ലക്ഷ്യം. ഞാനും അവളും ഒന്നല്ലെന്നും രണ്ടാണെന്നും നവീൻ അറിയുന്ന നിമിഷം ഞാൻ നവീന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നവീൻ എന്നെ ഒഴിവാക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാ ഈ മന്ത്രവും പൂജയൊക്കെ. അതോർത്ത് മോള് പേടിക്കണ്ട. മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവൾ ഒരിക്കലും ഒരു ജീവിതം തെരഞ്ഞെടുക്കില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് നിൽക്കാതെ നീ പോയി ഫ്രഷ് ആവാൻ നോക്കിയേ. നവീൻ ടൈം ആവുമ്പോ ഇങ്ങനെ എത്തും കേട്ടോ. അപ്പൊ നീയും റെഡിയായിട്ട് നിൽക്കണം. ചെല്ലു. മേഡം എന്തെങ്ങനെ അന്തവിട്ട് നോക്കുന്നത്? ഞാൻ ഗാഥയും കൊണ്ട് വന്നോണ്ടാണോ? ഇയാൾ ഇന്നലെ രാത്രി എനിക്ക് വനത്തിൽ വെച്ച് കിട്ടിയതാ. കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ കാട് മൊത്തം ഒന്ന് കറങ്ങി, അതാ വരാൻ ലേറ്റ് ആയത്. മേഡത്തിനെന്താ ഞങ്ങളെ കണ്ടിട്ടൊരു സന്തോഷമില്ലാത്തത്? ഇനി മേഡം അറിയാതെയാണോ മോളിക്കുട്ടിയോടൊപ്പം ഗാഥ പോയത്? അല്ലല്ല, എന്നോട് പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് ഇവള് കാടക്കൊന്നും കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ അനുവാദം കൊടുത്തത്. മോളിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ വിട്ടത്. നവീൻ ഇഷ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞത് അവള് കേട്ടില്ല. ഹേയ്, എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. മാത്രമല്ല ഇന്നലെ ഗാഥ പുറത്തേക്ക് വന്നുകൊണ്ട് രാത്രി മുഴുവൻ ഞങ്ങളൊന്ന് കറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഏറ്റവും നല്ല മുഹൂർത്തങ്ങളായിരുന്നു ഇന്നലെ.
നവീൻ പൂജയ്ക്ക് പോകാനുള്ള സമയമായി. ഇനി സംസാരിച്ചു തന്നാൽ ചിലപ്പോൾ ലേറ്റ് ആവും. ഗാഥ താൻ പെട്ടെന്ന് റെഡിയാവും. അപ്പോഴേക്കും ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. എന്താ മോളെ ഉണ്ടായത്? അത് മാഡം, നിന്നോട് ആര് പറഞ്ഞടി എന്റെ ഭർത്താവിനൊപ്പം കറങ്ങാൻ പോവാൻ? ഞാനിവിടെ ഉള്ളത് ഗാഥയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തിരികെ പോകുമ്പോഴാ നവീനെ കണ്ടത്. ഹാ, നവീനെ കണ്ടപാടെ നീ ചാടി അങ്ങ് വണ്ടി കയറി അല്ലേ? അങ്ങനെയൊന്നും അല്ല, ഞാൻ പറയുന്നതൊന്ന് കേക്കൂ. എന്ത് കേക്കാൻ? എല്ലാവരും കേട്ടു. മറക്കാനാവാത്ത മുഹൂർത്തം പോലും. നീ ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന സീന എനിക്കറിയാം. ഗാഥ, നീ ഒന്ന് നിർത്ത്. എന്ത് നിർത്താൻ? എന്ത് നിർത്താനാ മമ്മി പറയുന്നേ? ഇതെന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യ, എന്റെ ഭർത്താവിന്റെ കാര്യം. ഞാൻ മിണ്ടാതിരുന്നാലേ നവീനും കൊണ്ട് ദേ ഇവളങ്ങ് പോവും. ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് തന്നെ ഇവക്ക് നോക്ക് ഒരു മൈൻഡും ഇല്ല. അപ്പോഴാ ഞാൻ ഇനി മിണ്ടാതെ കൂടി ഇരിക്കുന്ന. ഞാനിവിടെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുമ്പോഴേ എന്റെ നവീനുമായിട്ട് ഇവള് കറങ്ങാൻ പോയിരിക്കുന്നു. നിന്റെ മുഖം അടച്ച് ഒരടി തന്നിട്ട് വേണം ഇതിനൊക്കെ നിന്നോട് ചോദിക്കാൻ. അതെനിക്ക് അറിയാത്തതുകൊണ്ടല്ല, ഞാൻ നല്ലൊരു കാര്യത്തിന് പോകുന്നതുകൊണ്ടാ. ദേ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. എപ്പോഴും അവസരത്തിനൊത്ത് നീ ഗിമ്മിക്ക് കാട്ടി എല്ലായിടത്തും എന്നെ തോൽപ്പിക്കുന്ന ഈ പതിവ് തന്ത്രമുണ്ടല്ലോ, അതും കൊണ്ട് പൂജ സമയത്ത് നീ നവീന്റെ കൂടെ എങ്ങനെ കേറിയിരിക്കാൻ നോക്കിയാ എന്റെ വിധം മാറും. എന്റെ ജീവിതം പോയാലും സാരമില്ലെന്ന് ഞാൻ അങ്ങോട്ട് കരുതും. പറഞ്ഞേക്കാം.